ഇന്ന് ഞായറാഴ്ചയായിട്ട് ഇച്ചിരി വൈകി എഴുന്നേറ്റ് മതിയല്ലോ എന്ന് ഓർത്ത് കിടന്നതാണ്. എന്നിട്ടും കറക്റ്റ് 7 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റ് കേട്ടോ. ഞായറാഴ്ച ആകുമ്പോൾ ഇച്ചിരി വൈകി എഴുന്നേറ്റ് മതിയെന്ന് ഓർക്കും എല്ലാ ദിവസവും കേട്ടോ. എല്ലാ ആഴ്ചയിലും ഇത് തന്നെ പതിവ്. പക്ഷേ കറക്റ്റ് 7 മണിയാകുമ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റ് പോരും. എല്ലാ ദിവസമൊക്കെ 6:30 ആ സമയത്ത്. പക്ഷേ ഞായറാഴ്ച കറക്റ്റ് 7 മണി. അതെന്തോ അലാറം വെച്ച് വരാം. പക്ഷേ അതിന് മുമ്പേ ഏട്ടനും കൊച്ചുങ്ങളും പുറത്തിറങ്ങിയിട്ട് അവർ സൈക്കിൾ ചവിട്ടാൻ പോയി. അപ്പം ഞാൻ പിന്നെ പയ്യെ എഴുന്നേറ്റ് വന്ന് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത്. അപ്പോൾ ഇന്ന് പുട്ടും പയറും ഉണ്ടാക്കാൻ ഓർക്കുകയും രാത്രിയെ പയർ കുതിർക്കാനിട്ടിട്ടുണ്ടായി. അപ്പോൾ പയർ കുതിർത്തി അത് കുക്കറിൽ വേവിച്ച് വെളുപ്പിനെ എഴുന്നേറ്റ് കഞ്ഞിയും വെച്ചായിരുന്നു. ഇന്ന് ഏട്ടൻ ജോലിക്ക് പോകുവാൻ ചോറ് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ ആ പണിയെല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ പുട്ട് നനച്ച് വെച്ചട്ടോ. പുട്ട് പൊടി സാധാരണ ഞാൻ പൊടിച്ചെടുക്കുകയും ചെയ്യാറ്. അപ്പോൾ അരി കുറവായതുകൊണ്ട് പച്ചരി കുറവായതുകൊണ്ട് പുട്ടുപൊടി മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് എടുത്തത്. അപ്പോൾ അത് കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് ഞാൻ കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ട് പയർ വേവിക്കാനുള്ള ഉള്ളിയും മുളകൊക്കെ നന്നാക്കി എടുത്തു. അപ്പോൾ ആ കൂടെ തന്നെ പയർ ഉലത്തുകയും ചെയ്യണം. ചോറിനും ഉണ്ടാകാനുള്ള പയർ ആക്കണം. പിന്നെ പുട്ടിന് നമുക്ക് ശരിക്കും പയർ ചാറായിട്ടല്ലേ വേണ്ട. അപ്പോൾ അത് കുറച്ച് ഞാൻ ചാറായിട്ട് എടുത്തു. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ചോറ് ഞാൻ ഊറ്റിയിട്ടോ. ചോറ് ഞാൻ തിളപ്പിച്ച് 4 മണിയായപ്പോൾ എഴുന്നേറ്റ് തിളപ്പിച്ച് വെച്ചതാണ്. പിന്നെ ഇന്നലത്തെ കുറച്ച് അവിയലുണ്ട്. ആ അവിയലും ചൂടാക്കിയെടുത്തു. അപ്പോൾ ഇന്നത്തെ കറി ഇത്രയാണ്. അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ കാറ് കഴുകുകട്ടോ. ഇന്നലെ കാറ് കഴുകിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കാറ് കഴുകുക. കാറ് കഴുകിയിട്ട് വേണം ജോലിക്ക് പോകാമെന്നും പറഞ്ഞാണ് കാറ് കഴുകിക്കൊണ്ട്. അപ്പോൾ കാറ് കഴുകിയപ്പോഴാണ് കാറിൻ്റെ മേലിൽ വാതിക്കൽ മറ്റേ ഷീറ്റ് കെട്ടിയിട്ടുണ്ട്, ടർപ്പ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ട് ഉരഞ്ഞ് ഇങ്ങനെ കുറച്ച് പെയിൻറ്റ് പോയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പൊക്കി കെട്ടണമെന്ന് എന്നോട് പറഞ്ഞ്. അപ്പോൾ എൻ്റെ അകത്ത പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് പൊക്കി കെട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഇവർ പുറത്തായതുകൊണ്ട് ജനലൊക്കെ തുറന്നിട്ട് ആ പുതപ്പൊക്കെ എടുത്തൊന്ന് മടക്കി വെക്കണം. ഇവരെല്ലാം അവിടെ ഇവിടെ ഇട്ടിട്ടാണ് പോയേക്കണേ. എഴുന്നേറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പുതപ്പൊക്കെ മടക്കി വെച്ച്, പക്ഷേ ആ ദിവാങ്കോട്ട് കിടക്കണമെന്നും മടക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ആദ്യം തന്നെ മടക്കി വെച്ച് അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് പുറത്തോട്ട് ഇറങ്ങാമെന്ന് ഓർത്തല്ലേ. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് ഒരു നേരത്തെ കയറുള്ളൂ. അപ്പം ഞാൻ കയറൊക്കെ എടുത്ത് കെട്ടിക്കൊടുത്തപ്പോഴേക്കും ഏട്ടൻ അത് കുത്തിയൊക്കെ ഇട്ട് പൊക്കി കെട്ടുക കേട്ടോ. ആ ഷീറ്റൊന്ന് പൊങ്ങി നിന്നാൽ മതി, അയച്ചിട്ട് കെട്ടണമൊന്നുമില്ല. അപ്പോൾ പിള്ളേർ ഓസൊക്കെ പെറുക്കി വെക്കുക കേട്ടോ. രാവിലെ തന്നെ ചെടിക്കൊക്കെ നനക്കാനുണ്ട്. ഇന്ന് പയറിനും സാധനത്തിനും പയറും ചീരയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ നനക്കണം. അപ്പോൾ ഓസൊക്കെ ഇതാക്കുവാണ്. അപ്പം ഞാനും കൊച്ചൊക്കെ കൂടി ഇന്ന് സഹായിക്കുവാട്ടെ ഏട്ടനും. അപ്പോൾ ഏട്ടനത് വലിച്ച് കെട്ടണത്. അപ്പം ഞാൻ അവിടെ നിന്നും പഴയ കയറൊക്കെ ഉണ്ട്, അതൊക്കെ ഉറഞ്ഞു പോയി. അപ്പോൾ ഇനി പുതിയ കയർ എല്ലാത്തിലും കെട്ടണം. അതുകൊണ്ടാണ് അപ്പോൾ പഴയതൊക്കെ കണ്ടിച്ച് മാറ്റിയിട്ട് ഞങ്ങൾ പുതിയത് കെട്ടുക. പക്ഷേ ഷീറ്റ് നല്ലോണം താന്നു പോയെന്നേ. നല്ലോണം താന്നു പോയി. അവിടെ അടിച്ചേക്കണ കുറ്റിയൊക്കെ കണ്ട, അതൊക്കെ ചാഞ്ഞു പോയി. പിന്നെ ഞാൻ എൻ്റെ എല്ലാ ബലവും എല്ലാം കൊടുത്തിട്ട് ചവിട്ടിയും തള്ളിയും നേരെയാക്കുവാട്ടെ. അവിടെ നേരെയാവാൻ ഞാൻ ഒരു കണക്കിനൊക്കെ നേരെയാക്കി അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്ത് കിടക്കുന്ന കയറ് സാധനങ്ങളും എല്ലാം വെട്ടിയിട്ട് എല്ലാം